അന്ന് രാത്രിയിൽ സ്വത്തുക്കൾ പങ്കജത്തിന്റെ പേരിലേക്ക് എഴുതി നൽകാൻ പങ്കജവും സഹോദരന്മാരും ശങ്കുണ്ണി നായരോട് ആവശ്യപ്പെടുന്നു. അതിന് വഴങ്ങാതിരുന്ന ശങ്കുണ്ണി നായരെ ഭാർഗവൻ ക്രൂരമായി മർദ്ദിക്കുന്നു. അച്ഛൻ്റെ മരണവാർത്ത കേട്ടുകൊണ്ടാണ് ഉണ്ണിയും കുടുംബവും പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഉണ്ണിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം പങ്കജം കൈവശപ്പെടുത്തുന്നു. ദാസന്റെ നിർബന്ധത്തിന് വഴങ്ങി ബാധ ഒഴിപ്പിക്കാൻ മന്ത്രവാദവും പൂജയും നടത്തി പണം നേടാനുള്ള ശ്രമവും പരാജയപ്പെടുന്നു. മന്ത്രവാദം നടത്താൻ പോയിടത്തു നിന്ന് ദാസൻ മോഷ്ടിച്ച പാത്രത്തിൽ ചാത്തുണ്ണി എന്ന ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. കാലങ്ങളായി ബന്ധനത്തിലായിരുന്ന തന്നെ മോചിപ്പിച്ചതിന് പകരമായി ഭൂതം തൻ്റെ എല്ലാ സഹായങ്ങളും അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഉണ്ണിക്ക് പൊടുന്നനെ ഉണ്ടായ മാറ്റത്തിലും ഐശ്വര്യങ്ങളിലും സംശയം തോന്നിയ പങ്കജവും സഹോദരന്മാരും പാതാളം ഭൈരവൻ എന്ന മന്ത്രവാദിയുടെ സഹായത്താൽ ഉണ്ണിയുടെ വീട്ടിൽ കയറി രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചാത്തുണ്ണിയുടെ ഇടപെടൽ മൂലം പരാജയപ്പെട്ട് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നു.